അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയും മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. എന്നെ സൃഷ്ടിച്ച് എനിക്ക് രൂപം നൽകിയത് കർത്താവേ, അങ്ങയുടെ തൃക്കരങ്ങളാണല്ലോ. അങ്ങയുടെ നിയമം എന്നെ പഠിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ സൃഷ്ടിച്ച് എനിക്ക് രൂപം നൽകിയത് കർത്താവേ, അങ്ങയുടെ തൃക്കരങ്ങളാണല്ലോ. അങ്ങയുടെ നിയമം എന്നെ പഠിപ്പിക്കണമേ. തിരുലിഖിതത്തിൽ ഞാൻ പ്രത്യാശ അർപ്പിച്ചു ഭക്തജനങ്ങൾ അത് കണ്ട് ആനന്ദിക്കട്ടെ. അങ്ങയുടെ വിധികൾ ന്യായമാണെന്ന് അങ്ങയുടെ വിശ്വസ്തത മൂലമാണ് അങ്ങ് എന്നെ ഉടമപ്പെടുത്തിയതെന്ന് ഞാനിപ്പോൾ ഗ്രഹിക്കുന്നു. അങ്ങയുടെ ദാസനോട് അരുളി ചെയ്തതുപോലെ അങ്ങയുടെ കാരുണ്യം എന്നെ ആശ്വസിപ്പിക്കട്ടെ. അങ്ങയുടെ കാരുണ്യം എന്നിൽ ചൊരിയണമേ. അങ്ങയുടെ കൽപ്പന അഭ്യസിച്ചതുകൊണ്ട് ഞാൻ ജീവിക്കും. എന്നെ താഴ്ത്തിയ ദുഷ്ടന്മാർ ലജ്ജിതരാകട്ടെ. തിരുവചനം ഞാൻ ധ്യാനിക്കുന്നു. അങ്ങയുടെ ഭക്തരും അങ്ങയുടെ പ്രമാണം പറയുന്നവരും എന്നെ ഭക്തരണിയട്ടെ. അങ്ങയുടെ പ്രമാണം ഞാൻ ധ്യാനിക്കുന്നു. ഞാനതിൽ ലജ്ജിക്കുന്നില്ല. അങ്ങ് നൽകുന്ന രക്ഷ ഞാൻ കാംക്ഷിക്കുന്നു. അങ്ങയുടെ വചനത്തിൽ ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നു. തിരുമൊഴിക്കായി മിഴികൾ നോക്കിയിരിക്കുന്നു. അങ്ങ് ഇപ്പോൾ എന്നെ ആശ്വസിപ്പിക്കുക. ഞാൻ മഞ്ഞിൽ നനഞ്ഞു ചേർത്ത തോൽക്കുടം പോലെയാണ്. എങ്കിലും കൽപ്പനകൾ ഞാൻ വിസ്മരിച്ചില്ല. ഞാൻ എത്ര കാലം ഇതെല്ലാം സഹിക്കണം? എന്നെ പീഡിപ്പിക്കുന്നവരെ അങ്ങ് ഇപ്പോൾ ന്യായം വിധിക്കുക. പ്രമാണമനുസരിക്കാത്ത ദുഷ്ടന്മാർ എനിക്കെതിരായി കുഴി കുഴിച്ചു. അങ്ങയുടെ കൽപ്പനകളെല്ലാം വിശ്വാസികളാകുന്ന ദുഷ്കർമ്മികൾ എന്നെ ഞെരുക്കുന്നു. ഭൂമിയിൽ അവർ എന്നെ നശിപ്പിച്ചെങ്കിലും ഞാൻ അങ്ങയുടെ പ്രമാണം പരിത്യജിച്ചില്ല. തിരുമൊഴികൾ ഞാൻ പാലിക്കുന്നതിന് അങ്ങയുടെ കരുണയ്ക്കൊത്ത വിധം എന്നെ ജീവിപ്പിക്കണമേ. കർത്താവേ, അങ്ങ്
കർത്താവേ, ഞാൻ അങ്ങയുടേതാകുന്നു, എന്നെ രക്ഷിക്കണമേ. അങ്ങയുടെ കൽപ്പനകൾ ഞാൻ പാലിക്കുന്നല്ലോ. അക്രമികൾ എന്നെ നശിപ്പിക്കാൻ കാത്തിരിക്കുന്നു, അങ്ങയുടെ പ്രമാണം എന്നെ വിവേകിയാക്കി. എല്ലാ പൂർണ്ണതയും പരിമിതമെന്ന് ഞാൻ ഗ്രഹിച്ചു, അങ്ങയുടെ കൽപ്പനയോ നിസ്സീമമാണല്ലോ. അങ്ങയുടെ നിയമം ഞാൻ അത്യന്തം സ്നേഹിക്കുന്നു, ദിവസം മുഴുവൻ ഞാനത് ധ്യാനിക്കുന്നു. അങ്ങയുടെ കൽപ്പനകൾ ഞാൻ പാലിക്കുന്നത് കൊണ്ട് ശത്രുക്കളെ എന്നെ ജ്ഞാനിയാക്കണമേ. അങ്ങയുടെ വചനം ഞാൻ ധ്യാനിക്കുന്നതിനാൽ എല്ലാ ഗുരുക്കന്മാരെക്കാൾ എന്നെ വിവേകിയാക്കണമേ. അങ്ങയുടെ പ്രമാണം ഞാൻ പാലിക്കുന്നത് കൊണ്ട് മുതിർന്നവരെക്കാൾ ഞാൻ വിവേകമുള്ളവനായി. അങ്ങയുടെ കൽപ്പനകൾ പാലിക്കുന്നതിന് ദുർമാർഗങ്ങളിൽ നിന്നെല്ലാം ഞാൻ പിന്മാറുന്നു. അങ്ങ് എന്നെ പഠിപ്പിച്ചതിനാൽ നിയമങ്ങളിൽ നിന്ന് ഞാൻ വ്യതിചലിച്ചില്ല. നാവിന് തേനുന്നതിനേക്കാൾ അങ്ങയുടെ വചനങ്ങൾ എനിക്ക് മധുരതരമാണ്. അങ്ങയുടെ കൽപ്പനകൾ ഞാൻ മനനം ചെയ്തു, അതിനാൽ അധർമ്മികളുടെ മാർഗങ്ങളെല്ലാം ഞാൻ വെറുക്കുന്നു. പിതാവിന് പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, ആദ്യം മുതൽ എന്നേക്കുമാമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. യൂദായിന്റെ രാജാവാണ്, മോവാബ് എന്റെ പാദക്ഷാളന പാത്രമാണ്. ഏദോമിനെതിരെ ഞാൻ പാതുകമഴിക്കും, ഫിലിസ്തീർക്കെതിരെ ഞാൻ ആക്രോശിക്കും. ഏദോം വരെ ആര് എന്നെ കൊണ്ടുപോകും? സുശക്തമായ നഗരത്തിലേക്ക് ആരെന്നെ നയിക്കും? ദൈവമേ, അങ്ങ് ഞങ്ങളെ മറന്നു കളഞ്ഞുവോ? ഞങ്ങളുടെ സൈന്യത്തോടൊത്ത് നീങ്ങുന്നില്ലയോ? എന്റെ കണ്ണുകളിൽ നിന്ന് രാവുകൾ കണ്ണീരൊഴുകട്ടെ. മിശിഹാ കർത്താവേ, ദയതന്നുറവിടമേ, കരുണാവാതിൽക്കൽ തുണയുടെ തൃക്കരമേകാനായി കണ്ണീരോടെ കേഴുന്നേൻ. ന്യായാധിപനുടെ സവിധത്തിൽ വിധവ വിളിച്ചു കരഞ്ഞതുപോൽ അനവരതം യാചിച്ചിടുന്നു. അങ്ങയുടെ കൃപയാൽ എന്നെ രക്ഷിക്കണമേ. ജീവിതയാനത്തിൽ കഷ്ടതയേറുമ്പോൾ കേണുവിളിക്കുന്നു. അനുദിനമെന്നോട് പോരാടി ശക്തി കെടുത്തും ദുർമോഹം എന്നിൽ നിന്നും അകറ്റിയിടാൻ ഉച്ചസ്വരത്തിൽ കേഴുന്നു. എന്നിൽ നിൻ കൃപ നീ തൂകണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മാനവവംശത്തിൻ നിരുപമ സ്നേഹിതനെ മിശിഹാ കർത്താവേ, തുണയും നിത്യസഹായകനും നീയൊരുവൻ താനെന്നാളും. നിന്തിരു മുൻപിൽ കൈനീട്ടി കേടുവിളിപ്പോ ഞാനെന്നും. സൗഖ്യം നീ കനിവാർന്നേകണമേ. കരുണാനിധിയാം കർത്താവേ, നിഞ്ജനതതിയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം, ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ കാണുന്നവനെ സദയം നിൻ കൃപ നീവരിൽ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹരമാം സ്തുതിഗീതങ്ങൾ പാടിയിടാൻ പരിപാലനമാം കോട്ടകളാൽ ദാസരി നിതരാം കാക്കണമേ. കരുണാമയനാം കർത്താവേ, ഭരണാധിപരും വൈദികരും ശാന്തിയിലൊന്നായി പുലരട്ടെ. സ്നേഹത്തിൽ നിലനിൽക്കട്ടെ. ആയോധനവും ശത്രുതയും ഭൂവിൽ നിന്നൊഴിവാകട്ടെ. ഒരുമയോടങ്ങൈ വാഴ്ത്തിടാൻ. കർത്താവേ, ശോമിശിഹായേ, നിന്നെ വഹിച്ച
ദിവ്യന്മാരും സാക്ഷികളും സ്നേഹന്മാരും പ്രേക്ഷിതരും മൽപ്പാന്മാരും നീതിയരും ധന്യരുമെന്നും ഞങ്ങൾക്കായി യാചിക്കട്ടെ കരുണയ്ക്കായി. സത്കർമ്മികളാം സകലർക്കും പ്രതിഫലമേകും സുദിനത്തിൽ നിൻ പ്രിയരൊപ്പം ചേർന്നിടാൻ അവരോടൊപ്പം സമ്മാനം കൈക്കൊണ്ടിടാൻ സ്തുതി പാടാൻ യോഗ്യത ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങയെ സ്തുതിക്കുകയും മനുഷ്യരങ്ങയെ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങയെ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. വിശുദ്ധ പത്രോസ് ശ്ലീഹ എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ മുൻപിൽ ഒരു ദിവസം 1000 വർഷങ്ങൾ പോലെയും 1000 വർഷങ്ങൾ ഒരു ദിവസം പോലെയുമാണ് എന്ന കാര്യം നിങ്ങൾ വിസ്മരിക്കരുത്. കാലവിളംബത്തെക്കുറിച്ച് ചിലർ വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുതപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നുവെന്നേയുള്ളൂ. കർത്താവിൻ്റെ ദിനം കള്ളനെ പോലെ വരും. അപ്പോൾ ആകാശം വലിയ ശബ്ദത്തോടെ അപ്രത്യക്ഷമാകും. മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞു ചാമ്പലാകും. ഭൂമിയും അതിലുള്ള സമസ്തവും കത്തിനശിക്കും. ഇവയെല്ലാം നശ്വരമാകിയാൽ വിശുദ്ധിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കുന്നതിൽ നിങ്ങൾ എത്ര ശുഷ്കാന്തിയുള്ളവരായിരിക്കണം. ആകാശം തീയിൽ വെന്തു നശിക്കുകയും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ ആഗമന ദിനത്തെ പ്രതീക്ഷിക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യുവേൻ. നീതി നിവസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും അവിടുത്തെ വാഗ്ദാന പ്രകാരം നാം കാത്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ശ്രദ്ധയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സർവശക്തനും നിത്യനും ഉന്നതങ്ങളിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തന്നെ സ്നേഹിക്കുന്നവർക്കായി എല്ലാ നന്മകളും വിശ്വസ്തനായ അബ്രാഹാം വഴി വാഗ്ദാനം ചെയ്യുകയും തന്റെ പ്രിയപുത്രനിലൂടെ സ്വയം വെളിപ്പെടുത്തുകയും ചെയ്ത അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തിന്മയുടെ ഇരുളിൽ കഴിയുന്നവരെല്ലാം സത്യത്തിന്റെ വെളിച്ചത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഏക സൃഷ്ടാവും സൃഷ്ടികളുടെ എല്ലാം പരിപാലകനും ഉജ്ജ്വല പ്രകാശത്തിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെ നല്ലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാലയോ പാപ്പായും ഞങ്ങളുടെ സഭയുടെ പിതാവും നല്ലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പോലീത്തായും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മിത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. എല്ലാറ്റിനെയും കൃപാപൂർവ്വം ഭരിക്കുന്ന കാരുണ്യവാനായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്വർഗത്തെ സ്തുതിക്കപ്പെടുന്നവനും ഭൂമിയിൽ ആരാധിക്കപ്പെടുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവായ മിശിഹായേ, നിന്റെ രണ്ടാമത്തെ വരവിൽ ഞങ്ങളെ വിജയശ്രീലാളിതരാക്കുകയും നിന്റെ വിലയേറിയ രക്തത്താൽ നീ വീണ്ടെടുത്ത സഭയ്ക്ക് ശാന്തി പ്രദാനം ചെയ്യുകയും ഞങ്ങളുടെ മേൽ കരുണയായിരിക്കുകയും ചെയ്യണമേ. ആമേൻ. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിചാരത്താലോ വാക്കാലോ പ്രവർത്തിയാലോ ഉപേക്ഷയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും